ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെയും അതുപോലെ തന്നെ കാർത്തികയുടെയും വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറുന്ന വെച്ചാൽ അവരെ പുറകുവശത്തോടെ കയറുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു ഇരുമ്പിന്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് പതുക്കെ താക്കോലിടുന്ന ദ്വാരത്തിലൂടെ ഇട്ട് കയറ്റി ആ ലോക്ക് പതുക്കെ അൺലോക്ക് ആക്കാണ്. എന്നിട്ട് വാതിൽ തുറന്ന ശേഷം അകത്തേക്ക് കയറാണ്. അവിടെയൊന്നും ആരുമില്ല. മുകളിലാണ് അമ്മയും മോളിൽ കിടക്കുന്നത് ഗംഗക്ക് മനസ്സിലായി. മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗംഗയുടെ കൈ തട്ടി എന്തോ ഒരു സാധനം നിലത്തേക്ക് വീഴുവാട്ടോ. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മ ചാടി എഴുന്നേക്കുന്നുണ്ട്. നോക്കുമ്പോ കാർത്തിക നല്ല ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് മോള് നല്ല ഉറക്കമാണ്. പക്ഷെ താഴത്തുനിന്ന് ഒരു ശബ്ദം കേട്ടല്ലോ, ഇനി അകത്താരെങ്കിലും കേറിയോ എന്നൊരു സംശയം ലക്ഷ്മിയമ്മക്ക് വരുവാട്ടോ. വേഗം തന്നെ ലക്ഷ്മിയമ്മ താഴത്തേക്ക് ഇങ്ങനെ പോകുകയാണ്. ആ സമയത്ത് അവിടെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അവിടെയൊന്നും ആരെയും കാണുന്നില്ല. പെട്ടെന്നാണ് മുമ്പിലുള്ള ആ ഒരു രൂപം കണ്ട് ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോണത്. ആ നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ വേഷമിട്ട ഗംഗപ്രസാദ് ആട്ടോ. പക്ഷെ മുഖം മൂടി മാറ്റിയിട്ടില്ല. ഗംഗപ്രസാദിന്റെ കയ്യിൽ ഒരു വലിയ കത്തിയുണ്ട്. അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗംഗപ്രസാദ്. അത് കാണുമ്പോൾ ലക്ഷ്മിയമ്മ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് ആ കത്തി ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ലക്ഷ്മിയമ്മനെ കുത്താൻ വേണ്ടി ഇങ്ങനെ ഓടി ഇങ്ങനെ വരുവാട്ടോ. അപ്പോഴാണ് മോളിന്ന് ഒരു വെടിയൊട്ട് പൊട്ടണ ഒച്ച കേൾക്കുന്നത്. അത് കേൾക്കുന്നത് ഗംഗപ്രസാദ് നോക്കുമ്പോഴേക്കും കാർത്തിക ഗംഗപ്രസാദ് നേരെ തോക്ക് ഇങ്ങനെ ചൂണ്ടി നിൽക്കുകയാണ്. ഗംഗപ്രസാദ് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും ഒരു വെടി വെക്കാണ് കാർത്തിക. പക്ഷെ അത് കയ്യിന്റെ സൈഡിൽ കൂടി കൊണ്ട് അങ്ങോട്ട് പോകുക കേട്ടോ. പിന്നെ ഗംഗപ്രസാദിന്റെ കാര്യം മനസ്സിലായി. ഇത് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ അവള് വെടിവെക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഗംഗ പുറകെ കൂടി ഒറ്റ ഓട്ടോ അവിടെ തൊട്ടു പിന്നാലെ കാർത്തിക ഓടുന്നുണ്ട്. ലക്ഷ്മിയോ പറയുന്നുണ്ട് വേണ്ട മോളെ പോവണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും കാർത്തിക അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. കാർത്തിക വേഗം തന്നെ നമ്മുടെ ഗംഗപ്രസാദിന്റെ പുറകിലേക്ക് ഓടാണ്. ഗംഗ ഇങ്ങനെ ഗേറ്റ് കടന്ന് വേഗം തന്നെ മതിൽ ചാടി മുമ്പിലേക്ക് ഓടി റോട്ടിലേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. കാർത്തിക കുറെ നേരം റോട്ടിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും പിന്നെ കാണുന്നില്ല കേട്ടോ. മോളെ വാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ കാർത്തികനെ പിടിച്ച് അകത്തേക്ക് കയറ്റാണ്. അപ്പോ ലക്ഷ്മിയമ്മ അടുത്ത് കാർത്തിക പറയുന്നുണ്ട് കണ്ടില്ലേ, അവന്റെ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ചു വന്നത് കണ്ടില്ലേ? അമ്മ എന്തിനു ഒറ്റക്ക് ഇറങ്ങി വന്നത്? എനിക്ക് തോക്കുണ്ടെങ്കിലും ഷൂട്ട് ചെയ്യാനൊന്നും അറിയില്ല. നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ. ഒരു ചെറിയ സെക്കൻഡ് വ്യത്യാസത്തില അവന്റെ കയ്യിൽ കയറേണ്ട ആ ബുള്ളറ്റ് മാറിപ്പോയത് എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് മോളത്തെ ഞാൻ പറഞ്ഞതല്ലേ കരോളുകാർ വന്നപ്പോ വാതിൽ തുറക്കില്ലേന്ന്. മോളിപ്പോ തുറന്നെങ്കിൽ എന്തായാലും ആ കരോളിൽ വന്ന എല്ലാവരും അവന്റെ ആൾക്കാരാ. എല്ലാരും കൂടി കേറി ഇപ്പൊ ഈ വീട്ടിൽ ഒരു കൊലപാതകം നടത്തിയാലേ നമ്മുടെ രണ്ടുപേരുടെ. അതന്നെയാ ഞാൻ മോളോട് പറഞ്ഞത് വാതിലൊന്നും തുറക്കേണ്ടത്. ആ കുട്ടി വന്ന ഒരുത്തം തന്നെയാ ഇത് എന്ന് പറയാണ്. മോളകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വാതിലൊക്കെ ലോക്ക് ചെയ്യാട്ടോ. പിന്നീട് കാണിക്കണ കിരണിനെയും കല്യാണിയാണ്. അവര് നല്ല ഉറക്കമാണ്. ആ സമയത്ത് കിരണിന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യാട്ടോ. അപ്പൊ കിരൺ ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റിട്ട് മൊബൈല് നോക്കുമ്പോഴേക്കും കാർത്തികയുടെ കോളാണ്. കല്യാണി എഴുന്നേക്കിട്ട് ആരുടെ കിരണേട്ട ഈ സമയത്ത്? കാർത്തികാണല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ കല്യാണി. കിരണേട്ട വേഗം ഫോൺ എടുക്കുക എന്ന് പറയാണ്. ഹലോ കാർത്തികെ, ആ കിരൺ എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് വരാവോ? എന്താ കാർത്തികെ? അല്ലെ വന്നിട്ട് പറയാം എന്ന് പറയാനിട്ട് കാർത്തിക ഫോൺ വെക്കാണ്. എന്താ ചേച്ചി പറഞ്ഞത്? അറിയില്ല കല്യാണി, പെട്ടെന്ന് അങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഈശ്വര, ഈ ലക്ഷ്മിയമ്മക്ക് എന്തെങ്കിലും അസുഖവും വല്ലതോ? അറിയില്ല. കാർത്തികയുടെ ശബ്ദത്തിൽ എന്തോ ഒരു പതർച്ചയുണ്ട്. എന്തോ പേടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാനത് അവിടെ വരെ പോയിട്ട് വരാം. അയ്യോ കിരണേട്ട, ഞാനും കൂടി വരാം. അയ്യോ താൻ എന്തിനാണ് വരുന്നത്? താൻ ഇവിടെ നിൽക്ക്, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അഥവാ കിരണ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പേടിക്കുമെന്ന് കരുതി കിരണേട്ടനെ ഒന്നും പറയത്തുമില്ല. അതുകൊണ്ട് ഞാനും കൂടി വരാം. ശരി എങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കിരണും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പ്രകാശൻ അവിടെ ഇരിക്കാട്ടോ. അത് കാണുമ്പോ കല്യാണി ചോദിക്കണ്ട അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങിയിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മോളെ എന്ന് പറയാണ്. അല്ല നിങ്ങളെന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? അത് കാർത്തികയുടെ ഫോൺ ഉണ്ടായിരുന്നു അച്ഛ എന്ന് കിരൺ പറയാണ്. കാർത്തികയുടെ ഫോണോ? എന്താ മോള് പറഞ്ഞത്? അച്ഛ എത്ര പെട്ടെന്ന് അവിടെ വരണമെന്നാ പറഞ്ഞത്. ഇനി എന്തൊരു പ്രശ്നം ഉണ്ടാവോ മോനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോ കല്യാണി പറഞ്ഞിട്ട് അറിയില്ല അച്ഛ. ഈ അമ്മയുടെ മോളത്തെ എത്ര പ്രാവശ്യം വേണം ഇവിടെ വന്ന് നിൽക്കാനായിട്ട്? സമാധാനം തരത്തില്ല അവര്. ഇവിടെ വന്ന് നിന്ന സമാധാനത്തോടെ എല്ലാവർക്കും ഒരുമിച്ച് നിന്നൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ട അച്ഛ, നമുക്ക് അപകടം പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ പോയി നിൽക്കുന്നത്. എന്നിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ? നമുക്ക് പോകാം എന്ന് പറയാണ്. അയ്യോ അച്ഛനെങ്ങോട്ടാ? ഞാനും വരാം, എനിക്കൊരു സമാധാനം ഇല്ല. അച്ഛൻ എല്ലാരും കൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ മോനെ, എനിക്കിവിടെ നിന്നൊരു സമാധാനം ഉണ്ടാവില്ലടാ, അതുകൊണ്ടാ ഞാനും കൂടി വരാടാ എന്ന് പറയാണ്. ശരി എന്നാ ഞാൻ ബൈജുവിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ എടുക്കാണ്. ഹലോ ബൈജു, എടാ വേഗം ഹോളിലേക്ക് വാ എന്ന് പറയുന്നുണ്ട്. ബൈജു ഹോളിലേക്ക് വരുന്നുണ്ട്. എന്താ എടാ ഞങ്ങളൊന്ന് കാർത്തികയുടെ വീട് വരെ പോവാ. എന്ത് പറ്റിയല്ലേ? എന്തൊരു പ്രശ്നമുണ്ടോ? അറിയില്ലടാ, കാർത്തിക ഫോൺ വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് പോവാ. ഞാനും വരാം. എടാ എല്ലാരും കൂടി എന്തിനാ പോണത്? നീ ഇവിടെ നിൽക്ക്, ലോക്കൊക്കെ ചെയ്തിട്ട് ഇവിടെ നിൽക്ക് എന്ന് പറയണം. അങ്ങനെ കിരണും കല്യാണിയും പ്രകാശനും കാർത്തികയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി
റെഡിയായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. അപ്പൊ പ്രകാശൻ ബൈജുയോട് പറഞ്ഞു, ബൈജു വാതിലൊക്കെ ലോക്ക് ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതേസമയം ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ എന്താ ചെയ്യാ, നല്ലൊരു ചാൻസ് ആയിരുന്നു, മിസ്സായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ബൈക്കിന്റെ അടുത്തേക്ക് പോവാണ്. പക്ഷെ ബൈക്കിന്റെ അടുത്തേക്ക് പോയിട്ട് ബൈക്കായിട്ട് പുഴക്കരയിൽ പോയിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ബൈക്ക് ഇവിടെ തന്നെ വെക്കാം, എന്നിട്ട് ഓടി പുഴക്കരയിലേക്ക് പോകാം എന്നൊക്കെ ഗംഗപ്രസാദ് ഇങ്ങനെ ആലോചിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയും പ്രകാശിനെയാണ്. അവർ ലക്ഷ്മിയുടെ വീട്ടിലെത്തിയട്ടോ. അപ്പൊ കാറിന്റെ ഒച്ച കേൾക്കുമ്പോഴേക്കും കാർത്തിക വാതിൽ തുറക്കാൻ പോകുമ്പോൾ ലക്ഷ്മി പറയണ്ട, മോളെ ജനലിൽ കൂടി നോക്കിയിട്ട് വാതിൽ തുറന്നാൽ മതി എന്ന് പറയാണ്. കാർത്തിക ജനലിൽ കൂടി നോക്കുമ്പോഴേക്കും പ്രകാശിനെയൊക്കെ കാണുന്നു കേട്ടോ. അമ്മേ ദേ അച്ഛനൊക്കെയാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കണം. അച്ഛാ മോളെ എന്ത് പണിയാ മോളെ കാണിച്ചത്, എന്താണ് എന്താ ഇവിടെ സംഭവിച്ചത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോ പ്രകാശേട്ടൻ ഇരിക്കും, കിരണേ മോനെ കല്യാണി ഇവിടെ ആരോ വന്നിരുന്നു ആര്, ക്രിസ്മസ് ഫാദറിന്റെ വേഷത്തിലാ വന്നത്, കരോളുകാരാന്നാ വിചാരിച്ചത്, മോള് വാതിൽ തുറക്കാൻ പോവായിരുന്നു, ഞാൻ വാതിൽ തുറക്കേണ്ടെന്നൊക്കെ പറഞ്ഞു, കരോളുകാരന്റെ വാതിലൊക്കെ ഇടിച്ചിട്ടാ പോയത്, ഞാനും മോള് കിടന്നുറങ്ങുന്ന സമയത്ത് താഴത്തൊരു ഒച്ച കേട്ടു, ഞാൻ വന്ന് നോക്കിയപ്പോ അതിനൊരു ക്രിസ്മസ് പാപ്പ താഴത്ത് ഒളിച്ചു നിൽക്കുമായിരുന്നു, എന്നിട്ട് അവൻ എന്റെ നേരെ കത്തിയായിട്ട് വരാൻ പോയപ്പോഴേക്കോ കാർത്തിക മോള് തോക്ക് വെച്ച് വെടിവെച്ചു, പക്ഷെ അവന്റെ ദേഹത്ത് കൊണ്ടോന്ന് അറിയില്ല, അവൻ ഓടി പോവുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറഞ്ഞു, മോളത്തിന് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ വാതിൽ തുറക്കരുതെന്ന് എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ വാതിൽ തുറക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവള് തുറക്കാത്തത്, അല്ലെങ്കിൽ ആ കരോളുകാരെല്ലാം അകത്ത് കയറി വന്ന് ഞങ്ങൾ എല്ലാവരും കൊന്നിട്ട് പോയാനേ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി എടുത്ത് കിരൺ ചോദിക്കണ്ടല്ല, അവര് വന്നിട്ട് ഇപ്പൊ എത്ര നേരമായി, കരോളുകാർ വന്നിട്ട് 1 മണിക്കൂറായി, അവൻ അകത്ത് കയറിയിട്ട് അരമണിക്കൂറായി, അപ്പൊ അവര് പോവാൻ ചാൻസ് ഇല്ല, ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ എന്ന് കിരൺ പറയുമ്പോഴേക്കും പ്രകാശം പണ്ട് ഞാനും വരാം മോനെ എന്ന് പറയാണ്. കല്യാണെടുത്ത് പ്രകാശം പണ്ട് മോളെ വാതിലടച്ച് നിങ്ങൾ മുകളിൽ പോയി കിടന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മയും കല്യാണി മാത്രം അവിടെ ഉള്ളൊരു കിരണും പ്രകാശനും പുറത്തേക്ക് പോവാട്ടോ. കല്യാണി ലക്ഷ്മിയമ്മ അടുത്ത് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മിയമ്മ ഇനി അത് ഗംഗപ്രസാദ് ആയിരിക്കോ എന്ന് ചോദിക്കാണ്. ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അതെ എനിക്കും അത് തന്നെ സംശയം, അവന്റെ അതേ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു, പിന്നെ മുഖംമൂടി മാറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ, കിരൺ മോൻ പറഞ്ഞു ഗംഗപ്രസാദ് മരിച്ചു എന്ന്, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ല മോളെ എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ കിരണും അതുപോലെ തന്നെ പ്രകാശോട് കുറച്ചു ദൂരെ യാത്ര ചെയ്യുമ്പോൾ ആ കരോള് സംഘത്തെ കാണുവാട്ടോ. കിരൺ വേഗം തന്നെ അവിടേക്ക് ഓടി ഇറങ്ങിയിട്ട് അതിന് ക്രിസ്മസ് പപ്പയുടെ വേഷം ധരിച്ച ആളുടെ മുഖം മൂടി വലിച്ചോരുന്നുണ്ട്. എന്താ നിങ്ങൾ കാണിക്കണത് എന്ന് അയാൾ ചോദിക്കുമ്പോ, സത്യം പറ നിങ്ങൾ ആരാ ലക്ഷ്മിയുടെ വീട്ടിൽ പോയിട്ട് അവരെ കൊല്ലാൻ നോക്കിയത് എന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മിയമ്മയോ, ആരുടെ കാര്യം നിങ്ങൾ പറയണത്? പ്രകാശം പറയണ്ടേ, നിങ്ങൾ കുറച്ചു മുമ്പ് എന്റെ മോളുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും വീട്ടിലേക്ക് പോയിരുന്നു, അതില് ആരൊക്കെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു, ഏത് വീടാ, അപ്പുറത്തെ വീട് എന്നൊക്കെ പറയുമ്പോ, ഓ ആ വീടാണോ, ആ വീട്ടിലേക്ക് ഞങ്ങൾ പോയിരുന്നു, പക്ഷെ ഒരു വാതിൽ തുറക്കാത്തോണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു, പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അവിടെ കയറിയിട്ടുണ്ട്, അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അതൊരു കൊലയാളിയാണ്. അപ്പോഴാ ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ച ആളിങ്ങനെ ആലോചിക്കാട്ടോ, ആ സർ ഇപ്പൊ മനസ്സിലായി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിരുന്നു, പുറത്തുനിന്ന് ഒരാളാണ്, അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല സത്യക്രിസ്ത്യാനി ആയിരിക്കും, അപ്പുറത്തെ പള്ളിയിൽ നിന്ന് വന്നതായിരിക്കും, പക്ഷെ ഞങ്ങൾ കൂടെ കൂട്ടി, പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വീടിന്റെ അവിടെ എത്തിയപ്പോഴേക്കും ആ വീട് തുറക്കാതായപ്പോ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി, പക്ഷെ അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നി, പക്ഷെ അയാള് വിഷൊക്കെ ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോയതാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ കിരൺ പറയണ്ട, അവരൊരു കൊലയാളിയാണ്, അവൻ കൊലയാളിയാണെന്നൊക്കെ പറയുമ്പോ അവരൊക്കെ ഷോക്ക് ആവാട്ടോ. എന്തായാലും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചതിൽ സോറി എന്ന് പറഞ്ഞിട്ട് കിരൺ ആ പൈസ കുറച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, അവര് പറയുന്നുണ്ട്, സാറ് ഞങ്ങളൊക്കെ ഈ ഇടവകയിലുള്ളതാണ്, ഞങ്ങളുടെ ഫോട്ടോ വേണമെങ്കിൽ സാർ എടുത്തു വെച്ചോ, സാറിന് സംശയം ഉണ്ടെങ്കിൽ, വേണ്ട ഇവിടെ CCTV ഒക്കെ ഉണ്ടല്ലോ, അതിൽ പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ, സാരില്ല നിങ്ങൾ പോയിക്കോ, സോറി എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. അവരങ്ങനെ അവിടെ നിന്ന് പോവാട്ടോ. ഗംഗപ്രസാദ് വേഷമൊക്കെ മാറി വീണ്ടും പുഴ കടന്ന് നമ്മുടെ അമലുവിന്റെ അടുത്തേക്ക് പോകാൻ പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.